സാഹിത്യകാരനുമായ ലക്ഷ്മൺ മാധവ് സാർ, അതിനോടൊപ്പം മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഷാനവാസ് സാർ എന്നിവർ നിങ്ങളെ ക്ലാസ് എടുക്കാൻ വരികയാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേളം വെക്കാതെ കൃത്യമായ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ശ്രീ ലക്ഷ്മൺ മാധവ് സർ, ഷാനവാസ് സർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് വായനാ ദിനമാണ്. രാവിലെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയാണ് വായിക്കുന്നത്? അറിവ് നേടാൻ, വളരാൻ, പഠിക്കാൻ. അതെ, ഇതെല്ലാം ശരിയാണ് അല്ലേ? നമുക്ക് ഇന്റലിജൻസ് ഉണ്ടാവുന്നു, അറിവ് നേടുന്നു, ബുദ്ധി ഉണ്ടാവുന്നു, ഇതൊക്കെ ശരിയാണ്. അത് മാത്രമാണ് നമ്മൾ വായിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്, ആണോ? അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരാളോട് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു മനോഭാവം, ഒന്നിനോടുള്ള ഒരു മനോഭാവം, അത് മാറ്റിയെടുക്കാൻ വായന ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യം. ഇപ്പം നമ്മൾ ചിലപ്പോൾ വലിയ കുരുത്തക്കേടോ ഒക്കെ ആയിട്ട് ജീവിച്ചു, പക്ഷെ പുസ്തകങ്ങൾ മാറ്റിമറിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല എന്ത് ഭംഗിയുണ്ട് കാണാനുള്ള. ഇന്നത്തെ പ്രത്യേകമായ ഒരു ദിവസം എന്താണ്? ഇന്നത്തെ പ്രത്യേകത വായനാ ദിനം. അപ്പൊ ഞാൻ ഈ വായനാ ദിനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ടപ്പം ഞാൻ എൻ്റെ സ്കൂൾ കാലോട്ട് ഓർത്തുപോയി. അതൊന്ന് പറയട്ടെ. അപ്പൊ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നടന്ന് ഒരു തൊട്ടടുത്തുള്ള ഒരു പ്രൈമറി സ്കൂൾ, SRVUPS എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ കാലം അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ മാത്രമല്ല, ഈ വായനാ ദിനത്തിൽ വന്ന് ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് റേഡിയോ പോലെ നിങ്ങൾ കേട്ടോണ്ടിരുന്നാൽ പോലല്ലോ, നിങ്ങൾക്ക് ചിലതൊക്കെ ചെയ്യണ്ടേ? അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് ഞങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വായനാ ദിനത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ നമുക്ക് അതിന്റെ ഒരു പ്രവൃത്തിയിലോട്ട് കിടക്കാം, ഒരു ആക്ടിവിറ്റീസിലോട്ട് കിടക്കാം. നിങ്ങളെല്ലാവരും അതിന് തയ്യാറാവണം കേട്ടോ. ഭയങ്കര രസകരമായിട്ട് നമുക്ക് എന്താണ് വായനയുടെ പ്രസക്തി, വായന കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ആക്ടിവിറ്റീസ് ചെയ്യാം. പിന്നെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പല പല ദിനങ്ങളുണ്ട് ഇല്ല മക്കളെ? പല ദിനങ്ങളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വേറൊരു ദിനം എന്ന് പറയാമോ? വേറെ ഏതെങ്കിലും ഒരു ദിനം ഉണ്ടാവും? പരിസ്ഥിതി ദിനം, എന്താ പഠനം. മക്കളെ പോലെ കാണുന്നു, ശരിയല്ലേ? നിങ്ങളെ ടീച്ചർ ഗുരുക്കന്മാര് മക്കളെ പോലല്ലേ കാണുന്നത്? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? എന്താണത്? ഒരു സമൂഹം ഏറ്റവും കൂടുതൽ അംഗീകാരം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് അധ്യാപക വിഭാഗം അല്ലെങ്കിൽ അധ്യാപക ലോകം. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഒരു വിദ്യാർത്ഥി തുടങ്ങുമ്പോൾ, വിദ്യാർത്ഥിയാകുമ്പോൾ അന്ന് മുതൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആരുമായിട്ടാണ്? പറയൂ, ആരെങ്കിലും ഒരാളൊന്ന് പറയാം. നമ്മുടെ ഗുരുക്കന്മാരുമായിട്ട്, അധ്യാപകരുമായിട്ട് അല്ലേ? ഇപ്പൊ ഇന്ന് തന്നെ ഏറ്റവും ഇന്ന് പകൽ മൊത്തം എടുത്തു നോക്ക്, മുഴുവൻ സമയവും കൂടുതൽ സമയവും നമ്മുടെ അധ്യാപകരുടെ കൂടെയാണ് അല്ലേ? അതുകൊണ്ട് അവർക്ക് നിങ്ങളെ നല്ലതുപോലെ അറിയാം, നിങ്ങളെ നന്നായിട്ട് പഠിക്കുന്നവര്, അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയാ വരുന്നത്. ചൈൽഡ് സൈക്കോളജി എന്നൊക്കെ പറഞ്ഞ. അപ്പോൾ വായനാ ദിനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. നമ്മളിപ്പോ ഇന്ന് വായനാ ദിനം ആചരിക്കുന്നത് ഒരു വ്യക്തിയുടെ ചരമദിനമായിട്ട് ബന്ധപ്പെട്ടാണ്. ആരുടേതാണ്? PN പണിക്കർ അല്ലേ? അപ്പൊ ആ ദിവസം നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നെങ്കിലും വായന എന്ന് പറയുന്നത് നമ്മൾ നിർത്താതെ തുടരേണ്ട ഒരു പ്രക്രിയയാണ്. അതിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്ന് നടത്തുന്നത്. നമുക്കതിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തിനെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത്. ലക്ഷ്മൺ മാധവ് എന്ന് പറയുന്ന ഈ ഇരിക്കുന്ന വ്യക്തി വിവിധ മേഖലകളിൽ നമ്മുടെ
പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ദിവസമാണെന്ന്. അങ്ങനെ പുസ്തകങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയ സുഹൃത്താണ്. കുറെ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. റസൂൽ പൂക്കുട്ടിയെ കണ്ടിട്ടുണ്ടോ? റസൂൽ പൂക്കുട്ടിയെ കേട്ടിട്ടുള്ളതെന്ന് കൈവക്കുകയും ആരുമില്ല. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസ്കാർ അവാർഡ്, നമ്മുടെ മലയാളത്തിന് ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തിയായിരുന്നു. അപ്പോൾ ലക്ഷ്മണന്റെ സഹായത്തോടെ അദ്ദേഹം പറഞ്ഞു കൊടുത്ത് ലക്ഷ്മണൻ എഴുതിയ പുസ്തകമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ. മകുടത്തിൽ ഒരു വരി ബാക്കി അല്ലേ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. പിന്നെ ഒരു കടലോളം എന്ന നാടകം ഒരു 2 മണിക്കൂർ ദൈർഘ്യത്തിൽ ആചരിക്കും. അപ്പൊ എല്ലാ ആദ്യമില്ല, ആദ്യം ഇവിടെ വന്നില്ലേ ശങ്കരക്കുറുപ്പ്. അപ്പൊ രണ്ടാമത് മലയാളത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാണ്? SK പൊറ്റക്കാട് എന്ന സാഹിത്യകാരനാണ്. 1980 എഴുതിയതായിട്ടുണ്ട്. അപ്പം ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചത്. കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. അപ്പൊ അങ്ങനെ 1995 ND വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അല്ലേ? അദ്ദേഹത്തിന് പത്മഭൂഷണം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇരിക്കുക. അടുത്ത ഗ്രൂപ്പ് എത്ര? 5 അല്ലേ? ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ്, മാലദ്വീപുണ്ട്, ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. പിന്നെ ഒരു തെരുവിന്റെ കഥയുണ്ട്. പിന്നെ കൂടുതലും സഞ്ചാര സാഹിത്യമാണ് SK പൊറ്റക്കാട് എഴുതിയിട്ടുള്ളത്. അങ്ങനെ 1980 മലയാളത്തിലെ 2ാമത്തെ ജ്ഞാനപീഠ ജേതാവാണ് SK പൊറ്റക്കാട്. ആ ഗ്രൂപ്പിന്റെ പേര് SK പൊറ്റക്കാട് എന്നാണ്. 2ാമത്തെ ഗ്രൂപ്പ്. 1984 മലയാളത്തിലെന്നല്ല ഇന്ത്യയില് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരനാണ് ആര്? തകഴി ശിവശങ്കര പിള്ള അല്ലേ? നമ്മൾ ചുരുക്കത്തിൽ തകഴി എന്ന് മാത്രമേ പറയാറുള്ളൂ അല്ലേ? എപ്പോഴും തകഴി ശിവശങ്കര പിള്ള എന്ന് പറയേണ്ട തകഴിയുടെ പ്രധാന കൃതികൾ മിക്കവാറും പോലെ
ഒരുക്കുന്നു പുറന്നിതാ ഒരുക്കുന്നു പുറന്നിതാ മരക്കൊണ്ടിലേതോ പോയി കരക്കത്തീമുത്തൊഴാരെടുക്കും കാതിലേ മഴയാൽ പാടുകാറ്റേ കടലേ കാറ്റിൻ മുഖങ്ങളിൽ കരപ്പോർത്താരോ മധുരമായി പാടും മനുഷ്യനായി കാതിലേ മഴയാൽ പാടുകാറ്റേ കടലേ Thank you. നമ്മുടെ സ്കൂളിൽ വന്ന എല്ലാവർക്കും ഒരു ആഘോഷവും ചിരിയും പാട്ടും സന്തോഷവും നേർന്ന ലക്ഷ്മൺ മാധവ് സാറിനും ഷാനവാസ് സാറിനും സ്കൂളിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ലക്ഷ്മൺ സാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് വളരെ രസകരമായി ഈ പരിപാടി അവസാനിപ്പിച്ചതിന് എല്ലാവർക്കും ഈ പരിപാടികളൊക്കെ നടത്തി തന്ന അധ്യാപകർക്കും പ്രിയപ്പെട്ട ഷാനവാസ് സാറിനും ലക്ഷ്മൺ സാറിനും ഒരുപാട് നന്ദി. പിന്നെ പറയാനുള്ളത് എന്താണ്, ഇനിയും വരുന്ന വായനാരംഗത്തിലും ഇവർ രണ്ടുപേരും ഷാനവാസ് സാറും ലക്ഷ്മൺ സാറും നമുക്ക് ക്ലാസ് എടുക്കാൻ വരണമെന്നാണ്. പിന്നീട് ഇന്ന് മുതൽ പുസ്തകം വായിക്കാൻ ഞങ്ങൾ ലൈബ്രറി മെമ്പർഷിപ്പിന് ചേർന്നതായിരിക്കും. നന്ദി. നമ്മുടെ സ്കൂളിൽ വന്ന എല്ലാവർക്കും ഒരു ആഘോഷവും ചിരിയും പാട്ടും സന്തോഷവും നേർന്ന ലക്ഷ്മൺ മാധവ് സാറിനും ഷാനവാസ് സാറിനും സ്കൂളിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ലക്ഷ്മൺ സാറിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് വളരെ രസകരമായി ഈ പരിപാടി അവസാനിപ്പിച്ചതിന് എല്ലാവർക്കും നന്ദി. ഈ പരിപാടികളൊക്കെ നടത്തി തന്ന അധ്യാപകർക്കും പ്രിയപ്പെട്ട ഷാനവാസ് സാറിനും ലക്ഷ്മൺ സാറിനും ഒരുപാട് നന്ദി.